വീണ്ടും തലസ്ഥാനത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിനെ കീഴടങ്ങുന്ന കോൺഗ്രസ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശന് മുൻതൂക്കമെന്നാണ് സൂചന. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാവുകയാണ്. ലീഗ് നേതാക്കൾ പ്രിയങ്കയെ കേരളത്തിലെ സാഹചര്യം ബോധ്യപ്പെടുത്തിയ സൂചനയുണ്ട്. ലീഗിനെ പിണക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം. ചെന്നിത്തലയ്ക്ക് പ്രധാന പദവി നൽകി അണിനിയിപ്പിക്കാനാണ് ശ്രമം. വിവരങ്ങളുമായി രഞ്ജിത്ത് അമ്പാടി ചേരുന്നു. രഞ്ജിത്ത്, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് സതീശന് മുൻതൂക്കമെന്നാണ്. മുസ്ലിം ലീഗിന് കീഴടങ്ങുന്ന കോൺഗ്രസ് എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇത്ര നമുക്കറിയാം, ഈ ഒരു 10 ദിവസമായിട്ടും മുഖ്യമന്ത്രി ആര് എന്ന് തിരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ട്രോളുകൾ ഒതുങ്ങേണ്ട കാര്യമല്ല. കാരണം ഭരണസ്തംഭനം അടക്കമുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. 10 ദിവസമായിട്ടും മറ്റ് സംസ്ഥാനങ്ങൾ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സർക്കാർ അധികാരത്തിലേറിയിട്ടും കേരളത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് പോലും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന്. അത്രത്തോളം ഒരു തോൽവിയിലാണ്. തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടും ഒരു തോൽവിയായി കോൺഗ്രസ് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്നതാണ്. ആ ഒരു സന്തോഷ പ്രകടനമൊക്കെ VD സതീശന്റെ വീടിന് മുന്നിൽ നടക്കുന്നു. ആലുവ ദേശത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ രഞ്ജിത്ത് അമ്പാടി. അമൽ, ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ നിമിഷങ്ങളിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ സാഹചര്യങ്ങൾ VD സതീശന് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡൽഹിയിൽ നിന്ന് ചില സൂചനകൾ VD സതീശന് അനുകൂലമായി ലഭിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ പ്രിയങ്ക ഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർ ബോധ്യപ്പെടുത്തിയിരുന്നു. വയനാട് അടക്കമുള്ള ഇടങ്ങളിൽ ലീഗിൻ്റെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൃത്യമായി തന്നെ കോൺഗ്രസിന് അറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ലീഗിനെ പിണക്കേണ്ടതില്ല. ലീഗ് തുടക്കം മുതൽ തന്നെ VD സതീശന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയാണ്. ഈ UDF തന്നെ രണ്ടാമത്തെ വലിയ പാർട്ടി, 22 MLA-മാരുള്ള പാർട്ടി. ആ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ല. അതിൽ ആദ്യമൊക്കെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞിരുന്ന ക്ലെയിം 63 സീറ്റ് ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് തന്നെ ലീഗിന് വഴങ്ങേണ്ടതില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഒടുവിൽ ലീഗിന് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത് ഈ 63 സീറ്റോ അല്ലെങ്കിൽ 22 സീറ്റിൻ്റെയോ കാര്യത്തിലല്ല, മറിച്ച് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ സമാധാനമായി നിന്ന് ജയിക്കാൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കഴിയുമെങ്കിൽ അത് വയനാടാണ് എന്നുള്ള തിരിച്ചറിവാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിനെ തൽക്കാലം കൈവിടുകയാണ്. KCയെ ചർച്ചയ്ക്കായി മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും വിളിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. KC വേണുഗോപാലിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും KCയോട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിമിൽ നിന്ന് പിന്മാറാൻ പറയുകയും ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ രമേശ് ചെന്നിത്തലയെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു താക്കോൽ സ്ഥാനത്തേക്ക് നിയോഗിച്ചുകൊണ്ട് തൽക്കാലം VD സതീശന് അനുകൂലമായൊരു നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോവുക. ഇതിന് ഘടകകക്ഷികളുടെ, പ്രത്യേകിച്ച് ലീഗിൻ്റെ RSPയുടെ ഒക്കെ സമ്മർദ്ദമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം MLA-മാരുടെ മാത്രം പിന്തുണ വെച്ചിട്ടാണെങ്കിൽ അത് KC വേണുഗോപാലിന് അനുകൂലമായേനെ. അതുപോലെ തന്നെ പാർട്ടിയിലെ സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായേനെ. പക്ഷേ സീനിയോറിറ്റിയും MLA-മാരുടെ പിന്തുണയ്ക്കും അപ്പുറം ഘടകകക്ഷികളുടെയും കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരവും VD സതീശന് അനുകൂലമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ടീം UDF-നെ നയിച്ച നായകൻ തന്നെ ഇനിയുള്ള കാലത്ത് കേരളത്തെ ഭരിക്കട്ടെ എന്നൊരു നിലപാട് ലീഗും RSPയും അടക്കമുള്ള ഘടകകക്ഷികൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ VD സതീശന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് വ്യക്തമായി തന്നെ പറയാം. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിശദീകരണമോ ഔദ്യോഗികമായ ഒരു അറിയിപ്പോ ഉണ്ടായിട്ടില്ല. ഇന്ന് വൈകുന്നേരം 5:30-6 മണിയോടുകൂടി ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അതെത്രമാത്രം യാഥാർത്ഥ്യമാകുന്ന കാത്തിരി തന്നെ കാണണം. കാരണം ഇതൊരു കോൺഗ്രസ് പാർട്ടിയാണ്. കഴിഞ്ഞ 4-ാം തീയതി മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി UDF-നെ അധികാരത്തിലെത്തിച്ച് ജനങ്ങളെപ്പോലും പരിഹസിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ 10 ദിവസമായി ഈ മുഖ്യമന്ത്രി ചർച്ച ആനന്ദമായി നീണ്ടുപോകുന്നത്. ഇതിൽ ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ഘടകകക്ഷികൾക്ക് അധികാരമേൽക്കാനുള്ള സമയങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 23-ാം തീയതി വരെയാണ് സമയമുള്ളതെങ്കിൽ പോലും പരമാവധി നേരത്തെ അധികാരമേൽക്കണം. പല വിഷയങ്ങളുണ്ട്. ലോട്ടറി അടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ സർക്കാർ വന്നാൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായി പോവുകയുള്ളൂ. അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളുടെ അച്ചടി ഏറെക്കുറെ നിലച്ച മട്ടാണ്. അങ്ങനെ പല വിഷയങ്ങളിൽ സർക്കാർ അധികാരത്തിലെത്തിയാൽ മാത്രമേ
അല്ലെങ്കിൽ പുതിയ സർക്കാർ ചുമതലയേറ്റാൽ മാത്രമേ പല കാര്യങ്ങളും മുന്നോട്ട് പോവുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അനിശ്ചിതമായി മുഖ്യമന്ത്രിയുടെ ചർച്ച നീളുന്നത്. അതിൽ ഘടകകക്ഷികൾ അതൃപ്തരാണ്. അതുകൊണ്ട് തന്നെ ലീഗ് അതിശക്തമായി തന്നെ അവരെ ഇക്കാര്യത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമൽ, യെസ്, വ്യക്തമാണ്. എന്തായാലും ഡൽഹിയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് ഇന്ന് തന്നെയെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. രാഹുലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ 5:30 കൂടിക്കാഴ്ച നടത്തും. കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി 6:30 കേരളത്തിലെത്തും. ഇവരുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചിൽ ചേരുന്നുണ്ട്. ദിലീപ്, ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്നും? അമൽ, അല്പസമയത്തിന് തന്നെ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ എത്തുന്നതായിരിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ്. ഇപ്പോൾ കേരള മാധ്യമങ്ങൾ ഒഴിച്ച് തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെയാണ് സംസ്ഥാനം, അതായത് 5 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇതിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ 5 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം മുഖ്യമന്ത്രി ഇതുവരെ ആയിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് വളരെയധികം ദേശീയ ശ്രദ്ധ തന്നെ ഈ ഒരു വിഷയത്തിൽ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഒട്ടനവധി കേരളത്തിൽ നിന്നും പുറമെ ദേശീയ മാധ്യമങ്ങളടക്കമാണ് ഇന്നെങ്കിലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അതേസമയം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിലവിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമായിട്ടാണ് ചർച്ച നടത്തുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ ഖാർഗെയുടെ വീട്ടിലെത്തും. അതോടൊപ്പം തന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് KC വേണുഗോപാലും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും KC വേണുഗോപാൽ ഈ ഒരു ചർച്ചയിൽ പങ്കാളിയാകുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യത ഉണ്ടാകുന്ന VD സതീശന് അറിയാം. കാരണം KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ പ്രഖ്യാപിക്കുന്നെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വിളിച്ചു വരുത്തേണ്ട സാഹചര്യമില്ല. പക്ഷേ KC വേണുഗോപാലിനെ ഇവിടെ വിളിച്ചു വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും VD സതീശനായിരിക്കാം സാധ്യത, മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത കൂടുതൽ. അതിനുള്ള ഒരു സമ്മർദ്ദം ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനുള്ള ആ ഒരു കേരളത്തിൽ അതോടെ UDF-ലുള്ള ആ ഒരു ശക്തി വിളിച്ചോന്ന തരത്തിലാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നുവെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിക്ക് മുസ്ലിം ലീഗ് അടക്കമുള്ള നേതാക്കളും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മെയിൽ സന്ദേശം അയച്ചിരുന്നു. VD സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ലീഗിന് സമ്മർദ്ദത്തിനായിരിക്കാം VD സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. പ്രത്യേകിച്ച് KC വേണുഗോപാലിന് 63 MLA-മാരിൽ 48 MLA-മാരുടെ പിന്തുണയുണ്ട്. എന്നിട്ട് പോലും മുൻകാലങ്ങളിൽ AICC അല്ലെങ്കിൽ AICC നേതൃത്വം സ്വീകരിച്ച സ്റ്റാൻഡ് അല്ലെങ്കിൽ നിലപാടെന്ന് പറയുന്നത് MLA-മാരുടെ പിന്തുണ ആർക്കൊണ്ടോ അവരെയാണ് മുഖ്യമന്ത്രി ആക്കുന്ന രീതിയായിരുന്നു. അത് നാം കണ്ടതാണ്. കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും നാം കണ്ടതാണ്. പക്ഷേ കേരളത്തിൽ മാത്രം MLA-മാരുടെ പിന്തുണ മാത്രം നോക്കിയാൽ പോരാ, ലീഗിൻ്റെ പിന്തുണയും കൂടി വേണ്ടി വരും എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തായാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ഇപ്പോൾ അല്പസമയത്തിന് തന്നെ രാഹുൽ ഗാന്ധി ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ KC വേണുഗോപാലിൻ്റെ സ്ഥാനത്തേക്ക് ഇപ്പോൾ VD സതീശൻ വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന ആ ഒരു യോഗത്തിൽ KC വേണുഗോപാലിനെ വിളിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും നറുക്ക് വീഴുന്നത് VD സതീശൻ തന്നെയായിരിക്കും. അമൽ.